ചരിത്രം ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. വീരകേരളസിംഹം ആരാണെന്നറിയാമോ? കേരളവർമ്മ പഴശ്ശിരാജയാണ് അങ്ങനെ അറിയപ്പെടുന്നത്. PSCയിലെ സ്ഥിരം ചോദ്യമാണല്ലേ. കേരളവർമ്മ പഴശ്ശിരാജ രക്തസാക്ഷിത്വം വഹിച്ചിട്ട് ഇന്ന് 219 വർഷം പൂർത്തിയായി. ആ വാർത്ത കണ്ട ശേഷം തിരികെ വരാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രരേഖകളിൽ വീരകേരളസിംഹം എന്നാണ് കേരള പഴശ്ശിരാജ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ച നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ ചെറുത്തുനിൽപ്പും പോരാട്ടവും പരിഗണിച്ചാണ് വീരകേരളസിംഹം എന്ന് ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷുകാർ നിരന്തരം വേട്ടയാടിയ നാട്ടുരാജാവാണ് പഴശ്ശിരാജ. അതിനു കാരണങ്ങളുമുണ്ട്. ഒന്നാം മൈസൂർ യുദ്ധത്തിൽ പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. അതിനു പകരമായി രാജാവിന് വാഗ്ദാനം ചെയ്തത് കോട്ടയത്തിന് സ്വതന്ത്ര പദവി നൽകാമെന്നായിരുന്നു. എന്നാൽ വാക്കു ലംഘിച്ച ബ്രിട്ടീഷുകാർ കോട്ടയം നാട്ടുരാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലടക്കം ഇടപെടാൻ തുടങ്ങി. നികുതി പിരിക്കാനുള്ള അവകാശം കുറുമ്പ്രനാട് രാജാവിന് നൽകുകയും ചെയ്തു. ഇതിന് പഴശ്ശി രാജാവ് പകരം വീട്ടിയത് 1795 ജൂൺ 28 നികുതി പിരിവ് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയാണ്. പോരാട്ടങ്ങൾ തുടർക്കഥയായപ്പോൾ ബോംബെ ഗവർണർ ജൊനാഥൻ മലബാറിലേക്കെത്തി ചിറക്കൽ രാജാവിന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പുണ്ടാക്കി. യുദ്ധവിരുദ്ധ കരാർ പ്രകാരം കുറുമ്പ്രനാട് രാജാവിന് നികുതി പിരിക്കാനുള്ള അവകാശവും റദ്ദാക്കി. പിന്നാലെ 1897 ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിച്ചു. എന്നാൽ വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കത്തിനെതിരെ വീണ്ടും പഴശ്ശി യുദ്ധത്തിനിറങ്ങി. വയനാട്ടിലെ ആദിവാസി വിഭാഗമായ കുറിച്യറായിരുന്നു പഴശ്ശിപ്പടയിലെ പ്രധാന പോരാളികൾ. പഴശ്ശി രാജാവിനെ കുടുക്കാൻ നിരന്തരം ശ്രമങ്ങൾ നടത്തിയെങ്കിലും ബ്രിട്ടീഷുകാർക്ക് അതിന് കഴിഞ്ഞുമില്ല. ഒടുവിൽ 1896 ഏപ്രിൽ 19 രാത്രിയിൽ പഴശ്ശിക്കോട്ടയുടെ വാതിൽ തകർത്ത് കമ്പനി പട്ടാളം അകത്തുകടന്നു. എന്നാൽ ഈ സമയം രാജാവും സൈന്യവും കോട്ടയ്ക്കകത്തെ രഹസ്യ അറയിലൂടെ വയനാട്ടിലേക്ക് പലായനം ചെയ്തു. പിന്നീടുള്ള പോരാട്ടങ്ങളെല്ലാം വയനാട് കേന്ദ്രീകരിച്ച്. നീണ്ട 9 വർഷമാണ് കമ്പനി പട്ടാളം പഴശ്ശി രാജാവിന് മുന്നിൽ പരാജയം അറിഞ്ഞത്. ഒടുവിൽ തലശ്ശേരി സബ് കളക്ടറായി ചുമതലയേറ്റ തോമസ് ഹാർവേ ബാബർ കളത്തിലിറങ്ങി. കമ്പനി സൈന്യത്തിന്റെ നേതൃത്വവും ഏറ്റെടുത്തു. പഴശ്ശിയെ പിടിക്കാനായി നാട്ടുകാരിൽ നിന്ന് തെരഞ്ഞെടുത്ത 1600 പേർ അടങ്ങിയ ഒരു അർദ്ധസൈനിക വിഭാഗത്തെയും നിയോഗിച്ചു. എന്നാൽ രാജാവിനെ ഒറ്റുകൊടുക്കാൻ പ്രജകൾ തയ്യാറായില്ല. ബാബർ ഒളിത്താവളം മനസ്സിലാക്കിയതോടെ പഴശ്ശിരാജയും ഏതാനും പേരും പുൽപ്പള്ളിയിൽ മാവിലത്തോട്ടത്തിന്റെ മറുകരയിലേക്ക് താൽക്കാലികമായി പാലം നിർമ്മിച്ചു പോയി. അക്കരെ കടന്നയുടൻ പാലം തകർത്തു. അതും മനസ്സിലാക്കിയ ബാബറും സംഘവും 1805 നവംബർ 29 മാവിലത്തോട്ടിന്റെ കരയിലെത്തി പാലം നിർമ്മിച്ച് അടുത്ത ദിവസം മറുകരയിലെത്തി. മാവിലത്തോടിന്റെ മറുകരയിലെത്തിയപ്പോൾ പഴശ്ശിരാജയുടെ ചേതനയേറ്റ ശരീരമാണ് കണ്ടതെന്നാണ് പറയപ്പെടുന്നത്. രാജാവിന്റെ രാജ്യസ്നേഹം മനസ്സിലാക്കിയ ബാബർ രാജോചിത ബഹുമതികളോടെ ഭൗതിക ശരീരം മാനന്തവാടിയിൽ സംസ്കരിച്ചു. പഴശ്ശി രാജാവിനോടുള്ള ബ്രിട്ടീഷുകാരുടെ പക കാരണം പഴശ്ശിയിലുള്ള കൊട്ടാരം ഇടിച്ചു നിരപ്പാക്കി മട്ടന്നൂർ തലശ്ശേരി റോഡ് പണിതു. റോഡ് നിർമ്മിച്ചതോടെ കുളവും കിണറും 2 വശങ്ങളിലായി. 1973 പീരങ്കി, നാണയങ്ങൾ, വെടിക്കോപ്പുകൾ എന്നിവ ഈ കിണറിൽ നിന്ന് ലഭിച്ചിരുന്നു. ഏതാനും വർഷം മുൻപ് ഈ കിണർ മൂടി. കുളത്തിൽ മട്ടന്നൂർ നഗരസഭ മ്യൂസിയം സ്ഥാപിച്ച് സംരക്ഷിച്ചു വരുന്നു. മാനന്തവാടിയിൽ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നുണ്ട്. പഴശ്ശി രാജാവിന്റെ സ്മരണാർത്ഥം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള പഴശ്ശിയിൽ സ്ഥാപിച്ച പഴശ്ശി സ്മൃതി മന്ദിരം മട്ടന്നൂർ നഗരസഭ 2014 നവംബർ 30 നാടിന് സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രമടങ്ങിയ ലേഖനങ്ങളും ഛായാചിത്രവുമൊക്കെ ഈ സ്മൃതി മന്ദിരത്തിലുണ്ട്. പഴശ്ശി രാജാവിന്റെ മരണത്തെ സംബന്ധിച്ച് 2 തരത്തിലുള്ള ചരിത്ര വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ഇംഗ്ലീഷുകാർക്ക് കീഴടങ്ങേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയതോടെ അദ്ദേഹം തന്റെ ഇടതു കൈവിരലിലെ മോതിരത്തിൽ നിന്ന് വൈരക്കല്ല് പൊട്ടിച്ചു വിഴുങ്ങി മരണം വരിച്ചെന്നും, മറ്റൊന്ന്, ഒറ്റുകാരുടെ ചതിയിൽപ്പെട്ട് കമ്പനി പട്ടാളത്തിന്റെ വെടിയേറ്റ് വീരമൃത്യു വരിച്ചുവെന്നുമാണ്. 1753 ജനുവരി 3 കോട്ടയം രാജകുടുംബത്തിലായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം എന്ന സ്ഥലത്തായിരുന്നു രാജവംശത്തിന്റെ ആസ്ഥാനം. ന്യൂസ് ഡെസ്ക് NTV. NTV UAE to the world.